തീരദേശത്ത് വെള്ളമില്ല, വെളിച്ചല്ല, ഒന്നുമില്ല. ഇവിടൊക്കെ മനുഷ്യര് സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഒരു വീടാണത്. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് വെച്ചാല് ഒരു 15-20 വീടോളം ഉണ്ടാവും. ഇവിടെ നമ്മുടെ ഈ പറമ്പിൽ തന്നെ 3 വീടുണ്ടായിരുന്നു, പിന്നെ ഇവിടെ 2 വീടുണ്ടായിരുന്നു, പിന്നെ ഇവിടുന്ന് തൊട്ടിട്ട് ഇങ്ങനെ വീട്. ശേഷിക്കണ കുറച്ച് വീടുകൾ അവിടെ താമസക്കാരില്ല. ഇനിയെല്ലാം ഇതേപോലെ വീട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വീടുകളും റോഡുകളും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ വർഷകാലത്തും ഒരുപാട് നഷ്ടങ്ങളാണ് തീരദേശത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സർക്കാർ അടിയന്തരമായി ഇതൊക്കെ ഇടപെടേണ്ടതാണ്. ഇവിടെ വന്ന് അന്വേഷിക്കേണ്ട ഒരു ചുമതലയെങ്കിലും ഇവിടുത്തെ ജനപ്രതിനിധികൾക്കുണ്ട്. ഇവിടുത്തെ ജനങ്ങൾ സങ്കടം കേൾക്കേണ്ട ഒരു കടമ അവർക്കുണ്ട്. ആരും ഒന്നും ചെയ്യണില്ല എന്നാണ് ഇവർ പറയണത്. വർഷാവർഷങ്ങളിൽ ഞങ്ങളുടെ സങ്കടങ്ങൾ പല ആളുകൾ വന്ന് പറയാതില്ല. അതൊരു പരിഹാരം ഉണ്ടാവണില്ല. പരിഹാരമാണ് വേണ്ടത്, സങ്കടങ്ങൾക്ക് പരിഹാരമാണ് വേണ്ടത്. എനിക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര വിഷമായി. ഒരു വീട് നഷ്ടപ്പെടാന്ന് പറയുമ്പോൾ അതിൽ പല സങ്കടം വേറൊന്നുമില്ല. സർക്കാരിനോട് പറഞ്ഞിട്ട് നമ്മള് എന്ത് പറയാ, ഇപ്പൊ ഇവിടെ പഞ്ചായത്തുകാരെന്ന് ശരിക്കും ശ്രദ്ധിക്കുന്നില്ലേ? ഞങ്ങൾക്ക് 2 വർഷമായിട്ടാണ് ഇപ്പൊ ഈ വക ബുദ്ധിമുട്ട്. ഇവിടെ വെള്ളവും ഇല്ല, റോഡും ഇല്ല, ഭിത്തിയില്ല. 1500 രൂപ കൊടുത്തിട്ടാണ് വാടകയ്ക്ക് നിക്കണത്. അതിൽ ഞങ്ങൾക്ക് വളരെ പ്രയാസമുണ്ട്. ഞങ്ങൾ കടം മേടിച്ച് വീട് പണിതിട്ട് ആ വീട് പൂർത്തീകരിക്കാൻ പറ്റാണ്ട് കിടക്കണ്. വഴി റോഡും വെള്ളമൊന്നും ഇല്ലാണ്ട്. ഭിത്തിയും വേണ്ട, മെയിനായിട്ട് വെള്ളം, കുടിവെള്ളവും വേണം. 400 മീറ്ററിൽ 15 മീറ്റർ കെട്ടി 4 ലക്ഷം രൂപയ്ക്ക് ആ പ്രോജക്റ്റാണ് ആ കിടക്കുന്നത്. ആ കല്ല് അതൊക്കെ മണ്ണ് ഒക്കെ എടുത്തു പോയി. ഇവിടെ പിന്നെ അവര് തുടർച്ചയായിട്ട് വീണ്ടും ഇവിടെ ചെയ്യുമെന്ന് അറിഞ്ഞു, കല്ലടിക്കുമെന്ന് അറിഞ്ഞു. അതോടുകൂടി അവരവരെ കാര്യം പോയി. ഇവരെ സങ്കടങ്ങളാണ് ഇവർ പറയുന്നത്. മനുഷ്യനെ മനസ്സിലാക്കണ്ടേ? ഈ തീരപ്രദേശത്ത് ജീവിക്കുന്ന ആൾക്കാർ മനുഷ്യന്മാരാണ് അവര്.